إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يوم يجمعكم ليوم الجمع ذلك يوم التغابن ومن يؤمن بالله ويعمل صالحا يكفر عنه سيئاته ويدخله جنات تجري من تحتها الأنهار خالدين فيها أبدا ذلك الفوز العظيم. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പാലിക്കണമെന്ന് ആദ്യമായി എല്ലാവരെയും വസിയത്ത് ചെയ്യുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുപോലെ സഹാബികളും പള്ളിയിലിരിക്കുമ്പോൾ ഒരാൾ കയറി വന്നു. ഒരു അറാബി, സായിറ മുടിയൊക്കെ പാറി ജട പിടിച്ചിട്ടുണ്ട്, ഒരു അറാബിയാണ്. എന്നിട്ട് അദ്ദേഹം നബിയോട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. യാ റസൂലല്ലാഹ് അഖ്ബിർനി മാദാ ഫറദല്ലാഹു അലയ്യ മിനസ്സലാത്ത്. അള്ളാഹു എൻ്റെ മേൽ ഫർളാക്കിയ നിസ്കാരം, നമസ്കാരം അതേതാണ് എന്ന് ചോദിച്ചു. അപ്പോൾ നിർബന്ധ നിസ്കാരമാണ് ചോദിക്കുന്നത്. അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞ സ്വലാത്തുൽ ഖംസ്, 5 നേരത്തെ നിസ്കാരം പറഞ്ഞു കൊടുത്തു. ഇതാണ് ഫർള്. ഇല്ലാൻ തത്തവ കഴിഞ്ഞ് സുന്നത്തായി നീ എടുക്കുകയാണെങ്കിൽ നിനക്ക് എടുക്കാം. ഫർള് 5 നേരത്തെ നിസ്കാരമാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ ചോദ്യം, അഖ്ബിർനി മാദാ ഫറദല്ലാഹു അലയ്യ മിനസ്സൗം. ഇനി ഫർളായ നോമ്പ് അതേതാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് ഷെഹ്റു റമളാൻ, റമളാൻ മാസത്തിലെ നോമ്പാണ്. ഇല്ലാൻ തത്താവ്, ഇനി സുന്നത്തായിട്ട് ഇനി എന്ത് എടുക്കുകയാണെങ്കിൽ അത് ഒഴികെ ഫർള് റമളാനിലെ നോമ്പാണ് പറഞ്ഞു. അദ്ദേഹം പിന്നെ ചോദിച്ചു, അഖ്ബിർനി ബിമാദാ ഫറളല്ലാഹു അലയ്യ മിനസ് സക്കാത്ത്. ഇനി സക്കാത്തിനെ പറ്റിയാണ് ചോദിക്കുന്നത്, അതിന്റെ ഫർള് എന്താണ്? അപ്പോൾ റസൂൽ തിരുമേനി ഫർളായ സക്കാത്തിനെ പറ്റി പറഞ്ഞു കൊടുത്തു. ഇത് പുറമെ സുന്നത്തായ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന, ഐച്ഛികമായി ചെയ്യുന്നതൊഴികെ. അതായത് ഈ ചോദ്യമൊക്കെ ചോദിച്ചിട്ട് അദ്ദേഹം പറയാണ്, ആ വന്ന അറാബി, വല്ലതി അക്രമക്, അള്ളാഹുവാണ് സത്യം, ലാ അതതവ്വഉ ശൈഅൻ വലാ അൻഖുസു മിമ്മാ ഫറളല്ലാഹു അലയ്യ ശൈഅൻ. ഞാൻ ഈ ഫർളാക്കിയത് മാത്രം ചെയ്യുള്ളൂ എന്നാണ്. അതൊരു അറാബിയാണ്, അദ്ദേഹത്തിന്റെ ശൈലി പറയാം. ഫർളാക്കിയ കാര്യം മാത്രമേ ഞാൻ ചെയ്യുള്ളൂ. സുന്നത്തായ ഐച്ഛികമായ കാര്യങ്ങൾ എന്ന് പറഞ്ഞല്ലോ റസൂൽ, അതൊന്നുമില്ല. ഫർള് എന്താണ് അതേ ചെയ്യുള്ളൂ. എന്നിട്ട് അദ്ദേഹം പോയി. പള്ളിയിലെ സഹാബികളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഫ്ലഹ ഇൻ സദഖ. അദ്ദേഹം സത്യസന്ധമായിട്ടാണ് പറഞ്ഞതെങ്കിൽ അയാൾ വിജയിച്ചു എന്ന്. മറ്റൊരു ഇപ്പോൾ ദഖലൽ ജന്ന ഇൻ സദഖ പറഞ്ഞത് ശരിയാണെങ്കിൽ, അദ്ദേഹം പറഞ്ഞു, പക്ഷെ ആ പറഞ്ഞതനുസരിച്ച് ജീവിതത്തിൽ പകർത്തുകയാണെങ്കിൽ സ്വർഗത്ത് പ്രവേശിക്കുന്നു. ഇതിൽ നിന്ന് കിട്ടിയ വലിയൊരു പാഠമൊക്കെ മനസ്സിലുണ്ടാവില്ല. എന്താണ് അദ്ദേഹം? നമ്മൾ കുറ്റമറ്റ രീതിയിൽ ഫർളായ കാര്യം തന്നെ ചെയ്യുകയാണെങ്കിൽ രക്ഷപ്പെടാൻ അത് മതി, സ്വർഗത്ത് പോകാൻ അത് മതി എന്നാണല്ലോ ഈ പറഞ്ഞ. അതിൽ ഈ ഹദീസിന്റെ ഒരു ആശയം. പക്ഷെ അത് കുറ്റമറ്റ രീതിയിലായിരിക്കണം എന്നുള്ളത് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. കുറ്റമറ്റ രീതിയിൽ പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറയാം. ഒന്ന് ഇഖ്ലാസ് വേണം.
ആരോഗ്യമോ പറഞ്ഞ ആരോഗ്യ സമ്മർദ്ദത്തിന് വഴങ്ങിയിട്ട് ചെയ്യലല്ല. ഇപ്പോൾ നമസ്കാരമാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞ ആദ്യത്തെ വിഷയം. അതിലെ കുറ്റമറ്റ രീതി എന്ന് പറഞ്ഞാൽ നബി തിരുമേനിയൊക്കെ പറഞ്ഞ് മാത്രം പറയാം മനസ്സിലാക്കാൻ. മസീഹ് ദജ്ജാലിന്റെ ഫിത്നയൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ സഹാബികൾ അതിങ്ങനെ ആവർത്തിച്ച് പറഞ്ഞപ്പോൾ നബി പറഞ്ഞു, നിങ്ങളെന്താ സംസാരിക്കണമെന്ന് വെച്ചാൽ ഞങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞ ദജ്ജാലിനെ പറ്റി ഇങ്ങനെ പരസ്പരം സംസാരിക്കുകയാണ്. വലിയ ഫിത്ന ഇരിക്കാനുള്ളത്. അപ്പോൾ റസൂൽ നിങ്ങൾക്ക് അതിനേക്കാൾ വലിയൊരു ഫിത്ന ഞാൻ പറഞ്ഞുതരാം. അതെന്താണ്? ചെറിയ ശിർക്കാണ്, എന്നാൽ ഗോപ്യമായ ശിർക്കാണ് പറയുന്നത്. എന്താണ് ഈ ഗോപ്യമായ ശിർക്ക് ചോദിച്ചാൽ പറഞ്ഞത്, വേറൊരുത്തം നോക്കി നിൽക്കുമ്പോൾ നിസ്കാരത്തിന് മോടി കൂട്ടുക എന്നത്. നമസ്കരിക്കുന്നത് വേറെ ആൾ നോക്കി നിൽക്കുന്നുണ്ടെങ്കിൽ നിസ്കാരം ഒന്ന് ഉഷാറാക്കുക. അപ്പം എന്താണത്? വേറൊരുത്തന് കാണാൻ വേണ്ടി. അപ്പം ഇങ്ങനെ നിസ്കരിക്കുമ്പോൾ അത് കുറ്റമറ്റ നിസ്കാരമല്ലല്ലോ. ഇതുപോലെ ഇത്തിബാഗ്, നിസ്കാരത്തിൽ ഇത്തിബാഗ് വേണമെന്നത് അമലുകളൊക്കെ സ്വീകരിക്കാനുള്ള രണ്ടാമത്തെ ഒരു ബാധ്യതയാണത്, നിബന്ധനയാണ് ഇത്തിബാഗ്. നബി എങ്ങനെയാണ് പഠിപ്പിച്ചത് അതുപോലെ ചെയ്യാം. ഇപ്പം ഞാൻ ഫർള് മാത്രമേ ചെയ്യുള്ളൂ അറിയുമ്പോൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് ഞാൻ പറഞ്ഞത്. ആ ഫർള് മാത്രം ചെയ്യുന്നവർ അത് കുറ്റമറ്റ രീതിയിൽ തന്നെ ആയിരിക്കണം. അതിൽ വേറൊരു നിബന്ധന എന്താ? ഇത്തിബാഗ് എന്നാവും. ഇത്തിബാഗ്. ഇത് തന്നെ നിസ്കാരത്തിന്റെ ഒരു ഉദാഹരണം പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളും പള്ളിയിലിരിക്കുമ്പോൾ ഒരാൾ കയറി വന്നു. അദ്ദേഹം നമസ്കരിച്ചു, തയ്യത്ത് നിസ്കാരമായിരിക്കും. നിസ്കാരം കഴിഞ്ഞ് നബിയോട് ഒന്ന് സലാം പറഞ്ഞു. നബി സലാം അടക്കി. അപ്പൊ നബി പറഞ്ഞു, ഇർജി ഫസ്വല്ലി ഫഇന്നക ലം തുസല്ലി, മടങ്ങിപ്പോ, നമസ്കരിക്കും, നീ നിസ്കരിച്ചിട്ടില്ല പറഞ്ഞു. അപ്പൊ അദ്ദേഹം വീണ്ടും പോയി നിസ്കരിച്ചു. എന്നിട്ട് വന്നിട്ട് നബിയോട് സലാം പറയണം. നബി പറഞ്ഞു വീണ്ടും, ഇർജി ഫസ്വല്ലി ഫഇന്നക ലം തുസല്ലി, മടങ്ങിപ്പോയിട്ട് നിസ്കരിച്ചു വാ, നീ നിസ്കരിച്ചിട്ടില്ല പറഞ്ഞു. അദ്ദേഹം വീണ്ടും പോയി, വീണ്ടും നിസ്കരിച്ചു വന്നിട്ടും നബി ഇങ്ങനെ തന്നെ പറഞ്ഞു. 3 വട്ടം റസൂൽ ഇങ്ങനെ പറഞ്ഞല്ലോ, അത് മടങ്ങിപ്പോ, നിസ്കരിച്ചിട്ടില്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞു, നബി എന്നാൽ എനിക്ക് ഞാൻ അറിഞ്ഞൂടെ, നിങ്ങൾ പഠിപ്പിച്ചു തരണം. അല്ലിം എന്നെ പഠിപ്പിച്ചു തരും, എനിക്കിതിനേക്കാൾ അറിയില്ല. അപ്പൊ നിസ്കരിക്കുന്നവര് ശ്രദ്ധിക്കാനുള്ള അളവ് നബി തിരുമേനി പറഞ്ഞു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് പഠിപ്പിച്ചു കൊടുക്കുക, അത് ലോകർക്കുള്ള പഠിപ്പിക്കലാണല്ലോ. എന്താ റസൂൽ തിരുമേനി പറഞ്ഞത്? ഇദാ ഖുംത ഇല സ്വലാ, നിസ്കാരത്തിന് വേണ്ടി നിന്നാൽ ഫകബ്ബിർ, തക്ബീറത്തുൽ ഇഹ്റാം അതിൽ പറയാ, അത് പ്രവേശിക്കുക. തക്ബീർ ചൊല്ലി തക്ബീറത്തുൽ ഇഹ്റാം കയറി നിസ്കാരത്തിൽ പ്രവേശിക്കുക. എന്നിട്ടോ സുമ്മ ഖറഅ മാ തയസ്സറ മഅക മിനൽ ഖുർആൻ, പിന്നെ നിനക്ക് കഴിയുന്ന നീ ഓതുക. ഫാത്തിഹ സൂറത്ത് കഴിഞ്ഞിട്ട് എന്താണോ എത്രയെന്ന് പറഞ്ഞില്ല, കുറച്ച് ഓതുക, അധികം ഓതുക, ഒന്നും പ്രശ്നം പറഞ്ഞിട്ടില്ല. എനിക്ക് സൗകര്യമുള്ളത് ഓതുക. അത് കഴിഞ്ഞിട്ട് സുമ്മർക്ക് പിന്നെ റുക്കൂക്ക് പോകണം. എത്താ തെത്തുമൈനറാക്കി അവിടെ ഒന്ന് സമാധാനമായിട്ട് നിൽക്കണം, തിരക്ക് കൂട്ടണ്ട. റുക്കൂക്ക് പോയി ഉടനെ തന്നെ എഴുന്നേൽക്കണ്ടെന്നാണ് പറയണം. ഒന്ന് സമാധാനം, ഒന്ന് ഒരു ശാന്തി. പെട്ടെന്ന് അത് വേറെ അരിച്ചത് കോഴികൾ കൊത്തുന്ന പോലെ നിസ്കാരം. അപ്പൊ അതൊന്നും പറ്റൂല, ഒരടക്കവും ഒതുക്കവും വേണം. സുമ്മ റുഫ, പിന്നെ നീ തല കയറുത്ത റുക്കുവിൽ നിന്ന്. എത്താ താഴ്ത്തതില കായ്മൻ, അവിടെയും എന്ത് ചെയ്യാ, ഒരു തിരക്ക് കൂട്ടല്ലേ. അവിടെ ചൊല്ലടക്കുന്നത് സ്വസ്ഥമായി ചൊല്ല. എന്താ ഇത്തിതാല് ചൊല്ലേണ്ടത്? ശരീരമൊക്കെ ഒന്ന് അടങ്ങി ഒതുങ്ങി ആകെ ഇളകി പറഞ്ഞിങ്ങനെ നിൽക്കുകയല്ല, ഒന്ന് സ്വസ്ഥമായി നിൽക്കണം. എന്നിട്ട് സുമ്മസ്തുതി, പിന്നെ നീ സുജൂദ് ചെയ്യണം. ഹെത്താ തെത്തുമൈന് സാജ്, സുജൂദ് ഒന്ന് തിരക്കൂട്ടല്ലേ കുറച്ചു. അപ്പൊ അദ്ദേഹം വേഗം നിസ്കരിച്ചിട്ടുണ്ടാകും. അതുകൊണ്ടാണ് ദൈവം മടങ്ങിയിട്ട് ഒന്നുകൂടി നിസ്കരിച്ചു എന്ന് പറയണേ. എന്നിട്ട് അവസാനം പറയും, ഇനി ഓരോന്ന് എണ്ണി പറയണ്ട. റസൂൽ പറഞ്ഞു, സുമ്മ ഫഅൽ ദാലിക ഫി സ്വലാത്തിക കുല്ലിഹ, ഇതുപോലെ നീ നിസ്കാരത്തിൽ മുഴുവൻ എല്ലാ റക്അത്തിലും അങ്ങനെ ചെയ്യുക. ഇതാണ് ഇത്തിബാ. നബി പഠിപ്പിച്ച രൂപത്തിൽ, നബി പറഞ്ഞ രൂപത്തിൽ അത് നിർവഹിക്കണം. എങ്ങനെയെങ്കിലും പോരാ. അപ്പൊ ഈ രൂപത്തിൽ നീ ചെയ്താൽ നിന്റെ നിസ്കാരം പൂർണ്ണമായി, അല്ലെങ്കിൽ നിന്റെ നിസ്കാരം പൂർണ്ണമാവുകയില്ല എന്നാണ് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ എന്താ നമ്മൾ ചെയ്യുന്നത്? അത് കുറ്റമറ്റ രീതിയിലായിരിക്കണം. അതാണ് ഇവിടെ ഒരു കാര്യം പഠിപ്പിച്ചിട്ടുള്ളത്. പിന്നെ മറ്റൊരു കാര്യം എന്തെന്നറിയ, വേറൊരു കാര്യം പലരും പറയുന്ന വിഷയമാണ്, കഷ്ടിച്ചൊന്ന് രക്ഷപ്പെട്ട് കിട്ടിയാൽ, സ്വർഗത്തിൽ കണ്ട് എത്തി കിട്ടിയാൽ മതി, വേറൊന്നും കൂടുതലും വേണ്ട, ഞാൻ തൽക്കാലം കണ്ട് എത്തി കിട്ടിയാൽ മതി. വാസ്തവത്തില് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട, അങ്ങനെയല്ല ചിന്തിക്കേണ്ട. സ്വർഗത്തിലെ അത്യുന്നതങ്ങൾ നമ്മൾ ആഗ്രഹിക്കണം. ഞാൻ ഫർള് മാത്രം നിസ്കരിക്കുള്ളൂ, എനിക്ക് കഷ്ടിച്ചാണ് കഴിച്ചിലായ മതി, അങ്ങനെയൊന്നുമല്ല. അതുപോലെ ഞാൻ ഫർളായ നോമ്പ് മാത്രമേ എടുക്കുള്ളൂ, ഫർള് മാത്രമേ ചെയ്യുള്ളൂ, അങ്ങനെയൊന്നുമല്ല. മറിച്ച് നമുക്ക് സ്വർഗം ഒരുപാട് പദവികളാണ്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി പറഞ്ഞ്, നിങ്ങളങ്ങനെ കഷ്ടിച്ച് കഴിച്ചിലാൻ വേണ്ടിയിട്ടല്ല അധ്വാനിക്കേണ്ടത്, മറിച്ച് സ്വർഗത്തിലെ ഉന്നതങ്ങൾ അത് എത്തിപ്പിടിക്കാനുള്ള പണിയാണ് എടുക്കേണ്ടത്.
ഇങ്ങനെയുള്ള സംഭവം വെച്ചിട്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം. ഒരിക്കൽ റസൂലുള്ളാഹി പറഞ്ഞു, മൻ ആമന ബില്ലാഹി വറസൂലിഹി, അള്ളാഹുവിൽ വിശ്വസിക്കേണ്ട വിധം വിശ്വസിക്കുന്നവരെ പറ്റിയ ഇവിടെ പറഞ്ഞു. റസൂൽ തിരുമേനി വിശ്വസിക്കുക. വഖാമ സ്വലാ വസോമ റമളാൻ, അങ്ങനെ അയാളുടെ വിശ്വാസം ശരിയാണ്, പിന്നെ നിസ്കാരം പതിവാക്കി നിർവഹിക്കുന്നുണ്ട്, റമളാനിലെ നോമ്പെടുക്കുന്നുണ്ട്, ഫർളായ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് റസൂല് പറയാ, കാന ഹഖൻ അലല്ലാഹ് അൻ യുദ്ഖിലഹുൽ ജന്ന, അവനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കൽ അള്ളാഹിന്റെ ബാധ്യതയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഷഹാദത്തിന് കുഴപ്പമില്ല, വിശ്വാസം ശരിയാണ്. അദ്ദേഹം 5 നേരത്തെ നിസ്കാരം കൃത്യമായി നിർവഹിക്കുന്നുണ്ട്, റമളാനിലെ നോമ്പെടുക്കുന്നുണ്ട്, ഒക്കെ പ്രത്യേക ഫർള് എണ്ണി പറഞ്ഞു നബി പറയാണ്. ഇങ്ങനെയുള്ള ഒരുത്തനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കൽ അള്ളാഹിന്റെ ബാധ്യതയാണ്. അത് റബ്ബ് ഏറ്റെടുത്തിട്ടുണ്ട്. പിന്നെ പറഞ്ഞെന്താ, ഹജറ ഫീ സബീൽ, അള്ളാഹിന്റെ മാർഗത്തിൽ ഞാൻ ഹിജറ പോയാലും പോയിട്ടില്ലെങ്കിലും, ഔ ജലസ്ഫി അർളിഹില്ലത്തി ഉലിദ ഫിഹ, താൻ ജനിച്ച നാട്ടിൽ തന്നെ നിന്നു ഇത്തരം കാര്യങ്ങൾ ചെയ്തു, ഹിജറ പോയിട്ടൊന്നുമില്ല എന്ന് വെക്കാം. ഹിജറ എന്നുള്ള വലിയൊരു കാര്യമൊന്നും ചെയ്തിട്ടില്ല എന്ന് വെക്കാം. എന്നാലും അവന് സ്വർഗത്ത് കയറ്റൽ അള്ളാഹിന്റെ ബാധ്യതയാണ്. അപ്പൊ സഹാബികൾ പറഞ്ഞു, അവർ ഹിജറ ചെയ്യലും ജിഹാദ് ചെയ്യലും ഒക്കെ ഒരുപാട് പണിയെടുത്ത ആൾക്കാരാണ്. അപ്പൊ അവര് പറഞ്ഞു, നബി എന്നത് ഞങ്ങൾ ജനങ്ങളെ അറിയിക്കട്ടെയോ എന്ന്. അപ്പൊ റസൂല് പറഞ്ഞ വിഷയം എന്താണ്, നിങ്ങളൊരു കാര്യം അറിയണം, നമ്മളിങ്ങനെ കഷ്ടിച്ചുകൊണ്ട് രക്ഷപ്പെടുന്ന പണി മാത്രമല്ല വേണ്ടത്, മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ഫിൽ ജന്നത്തി മിഅത ദറജ, സ്വർഗത്തിൽ 100 പദവികളുണ്ട്. അതൊക്കെ എന്താണ്, അത് അള്ളാഹു തയ്യാറാക്കിയതിൽ മുജാഹിദീന ഫീ സബീൽ, അള്ളാഹിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നവർക്കാണ്. സ്വർഗത്തിൽ 100 പദവി മാത്രമെന്നല്ല പറഞ്ഞത്, അത് അള്ളാഹിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നവർക്ക് 100 പദവികളുണ്ട്. ഓരോ പദവികളും ആകാശം ഭൂമി എത്ര അകലുണ്ടോ അതുപോലെ അത്ര അകലങ്ങൾ, അത്ര വലിയ സ്ഥാനം, അത്ര വലിയ പദവികൾ സ്വർഗലോകത്തുണ്ട്. അപ്പോൾ ആദ്യം പറഞ്ഞു സ്വർഗത്ത് കയറും, അതെന്നെ മഹാനിയമത്താണ്, യാതൊരു സംശയവുമില്ല. അതുകൊണ്ടാണ് പലരും പറഞ്ഞത് അങ്ങോട്ട് എത്തിക്കിട്ടിയാൽ മതി. പക്ഷെ ഒരു സത്യവിശ്വാസം സംബന്ധിച്ചിടത്തോളം അതിന്റെ ഏറ്റവും മുകളിലുള്ളത് ആഗ്രഹിക്കണം എന്നാണ് ഇവിടെ പറയുന്നത്. അതിന്റെ മുകളിലുള്ളത് ആഗ്രഹിക്കണം. ഈ വിഷയത്തിൽ ഞാൻ ഒരു ആയത്തിന്റെ വിശദീകരണത്തിലെ ഒരു പണ്ഡിതൻ പറഞ്ഞ വാചകം കൂടി പറയണം. ആ ആയത്തിലുള്ള എന്താണെന്നറിയാം, ആദ്യം ഇങ്ങനെ കഷ്ടിച്ച് പോണ കാര്യങ്ങൾ പറയണതിൽ രക്ഷപ്പെടാൻ വകുപ്പുണ്ട്. പക്ഷെ അവിടെ നിൽക്കരുത് നമ്മൾ. നമുക്ക് ഈ വിഷയത്തിൽ നമുക്ക് അതിമോഹം വേണം. പരലോകത്തിന്റെ വിഷയത്തിലാണ് അതിമോഹം എന്ന് പറയുന്നത്, ദുനിയാവിന്റെ വിഷയത്തിലല്ല. വിശുദ്ധ ഖുർആനിലൊരു വചനമുണ്ട്. എന്താ വചനം? സുമ്മ ഔറസ്നൽ കിതാബ് അല്ലദീന സ്തഫൈന മിൻ ഇബാദിന. ഈ വേദഗ്രന്ഥം പരിശുദ്ധ ഖുർആനെ പറ്റി പറയാൻ അത് നമ്മൾ അനന്തരമായി നൽകി. ആർക്ക്? നല്ലവർക്ക് നൽകിയതാണ്. അവർ 3 കൂട്ടരാണ്. അവർ അതാരാന്നറിയോ? അതിലൊരു കൂട്ടർ ഫമിൻഹും ളാലിമുൻ ലിനഫ്സിഹി. അതിന് മുമ്പ് എന്താ പറഞ്ഞത്? ഈ കിതാബ് നമ്മൾ അനന്തരമായി നൽകി, അല്ലദീന സ്തഫൈന, നമ്മൾ പ്രത്യേകം തെരഞ്ഞെടുത്തവർ. അപ്പൊ അവർക്കൊക്കെ ഹൈറുണ്ടെന്നാ. കാരണം അള്ളാഹ് തെരഞ്ഞെടുത്തവർക്കാണ് ഈ ഖുർആൻ അള്ളാഹ് അനന്തരമായി നൽകിയിട്ടുള്ളത്. അപ്പൊ അള്ളാഹ് അങ്ങനെ പ്രത്യേകം തെരഞ്ഞെടുത്തവരുടെ കൂട്ടത്തിൽ ആരൊക്കെ ഉണ്ടെന്നറിയോ? ഫമിൻഹും ളാലിമുൻ ലിനഫ്സിഹി, സ്വന്തത്തോട് അക്രമം ചെയ്തവരുണ്ട്. വമിന്നും മുഖ്തസിദ്, മിതമായ വഴിയിലൂടെ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവരുണ്ട്. വമിൻഹും സാബിഖും ബിൽ ഖൈറാത്ത്, എന്നാൽ മത്സരിച്ച് മുന്നേറുന്നവരുമുണ്ട്. അതുകൊണ്ട് തന്നെ ചില പണ്ഡിതൻ അർജ ആയത്ത് ഫി കിതാബിൽ, അള്ളാന്റെ കിതാബിൽ ഏറ്റവും പ്രതീക്ഷ നൽകുന്ന ആയത്ത് എന്നൊക്കെ പറഞ്ഞ ഇതാണ്. കാരണം ഇവരൊക്കെ അള്ളാഹ് പ്രത്യേകം തെരഞ്ഞെടുത്തു. ആ കൂട്ടത്തിൽ ഒരു കൂട്ടരാരാണ്? തിന്മ ചെയ്തവരുണ്ട്, വേറൊന്നും മിതമായി ചെയ്തവരുണ്ട്, വേറൊന്നും മത്സരിച്ച് മുന്നേറുന്നവരുണ്ട്. ഈ ആയത്ത് വെച്ചിട്ട് ഇമാം ഹസൻ ബസരി പറയാം, ഇന്നല്ലാഹു അദ്ഖല ഖൗമൻ അൽ ജന്ന, അള്ളാഹു ഒരു കൂട്ടരെ സ്വർഗത്ത് പ്രവേശിപ്പിക്കും. ബിഗൈരി ഹിസാബ്, അവർക്ക് വിചാരണ ഉണ്ടാവില്ല, അവരെ നേരെ സ്വർഗത്തിലേക്കാണ് പോകും. വഹും അസ്സാബിഖൂൻ, അവരാണ് ഇവിടെ മത്സരിച്ച് മുന്നേറുന്നവർ എന്ന് പറഞ്ഞത്. ഇനിയോ അദ്ഖല ഖൗമൻ ബി ഹിസാബി യസീർ, ലളിതമായ വിചാരണ ചിലർക്ക് ഉണ്ടാവും, അവരാണ് ഈ മുഖ്തസിദ് എന്ന് പറയുന്നത്. അവർ സ്വർഗത്ത് പോകും. പിന്നെ ഒരു കൂട്ടരാരാണ്? അവര് സ്വർഗത്ത് കയറും ഒന്നുകിൽ ബി ഷഫാഅത്തി ഷാഫി, നബി തിരുമേനിയുടെ ശുപാർശ കൊണ്ട്. ഒരുപക്ഷെ അവർ ചെയ്ത തിന്മക്ക് ഒരു നരകത്തിൽ എത്തിയിട്ടുണ്ടാവും. പക്ഷെ റസൂൽ തിരുമേനി ഇവിടെ, അതല്ലെങ്കിൽ അയാളുമായി ബന്ധപ്പെട്ടവരുടെ ശുപാർശ കൊണ്ട് രക്ഷപ്പെടുന്നതാവാം. അതല്ലെങ്കിൽ നരകത്തിൽ പോകാനുള്ള അർഹത ഉണ്ടെങ്കിലും ശുപാർശ കൊണ്ട് അത് സ്പർശിക്കാതെ സ്വർഗത്ത് പോകുന്നവരൊക്കെ ആയിരിക്കാം. ഇതൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം പറയാണ്, ഒരു സത്യഫല എംബകയിലിൽ മൂരും സത്യവിശ്വാസിക്ക് ചേർന്നതല്ല അൻ ഇർലാലി നഫ്സി അൻ യകൂന മിനൽ ളാലിമീൻ. ഇവിടെ പറഞ്ഞ ളാലിമീങ്ങളുടെ കൂട്ടത്തിൽ പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക. അവിൽ മുഖ്തസിദീൻ, അല്ലെങ്കിൽ മിതമായി ചെയ്യുന്നവരുണ്ടല്ലോ,
അവരെ കൂട്ടത്തിലും പെടണം. മറിച്ച് അസാബിഖൂൻ എന്ന് പറഞ്ഞല്ലോ, മത്സരിച്ച് മുന്നേറും. അക്കൂട്ടത്തിൽ പെടാനാണ് നമ്മളൊക്കെ ശ്രമിക്കേണ്ടത്. ഉയരങ്ങളിലെത്താനാണ് ശ്രമിക്കേണ്ടത്. കഷ്ടിച്ചിട്ട് കൈസലായ മതി എന്നുള്ള രൂപത്തിലല്ല. അല്ലെ ആ ഫർള് മാത്രമേ ചെയ്യുള്ളൂ എന്നൊന്നല്ല, മറിച്ച് ആ ഫർള് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി കുറ്റമറ്റ രൂപത്തിലാണോ നമുക്കറിയില്ല. അപ്പൊ ഏതായാലും ശരി, നമുക്ക് ഉന്നതങ്ങളിൽ എത്താൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റും. ഉന്നതങ്ങളിൽ എത്താൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റും. ദുനിയാവിന്റെ വിഷയത്തിൽ അങ്ങനെ പറ്റൂല. ഈ ദുനിയാവിന്റെ വിഷയത്തിൽ നമ്മൾ കുറെ ഉന്നതന്മാരെ കാണും. മറ്റവന് മന്ത്രിയായി, മറ്റവൻ പ്രധാനമന്ത്രിയായി, മറ്റോ ലോകത്തുണ്ടെങ്കിൽ ഇവന് വലിയ സർട്ടിഫിക്കറ്റൊക്കെ നേടിയിട്ട് വലിയ വലിയ ജോലിയായി, അങ്ങനെയായി. ഇതൊന്നും എല്ലാവർക്കും പറ്റൂല. അങ്ങനെയാണല്ലോ, ഓരോരുത്തർക്കും ഓരോ കപ്പാസിറ്റി എന്ന് നമ്മൾ പറയാം. മാത്രമല്ല ഇതിന്റെ വിഷയത്തിൽ അങ്ങനെ ഓരോരുത്തർക്കും അള്ളാഹ് ഓരോന്ന് വിധിച്ചിട്ടുണ്ടാവും, അതിലൊക്കെ തൃപ്തിപ്പെട്ട് പോകാന്ന്. പക്ഷെ പരലോകത്തിന്റെ വിഷയത്തിൽ അങ്ങനെയല്ല. ഏറ്റവും മുകളിലുള്ളത് ആഗ്രഹിക്കണം. അത് ആർക്കും കഴിയും. അത് ഇന്ന ആൾക്കെന്നൊന്നുമില്ല, ആർക്കും കഴിയുന്നതാണ്. ഏതാൾക്കാർക്ക് കഴിയും. അപ്പൊ അത് പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? അതുകൊണ്ട് ഇപ്പൊ ഞാൻ പറയാം, ഒരു സഹാബിന്റെ ഒരു ഉദാഹരണം. ഒരു സഹാബി നബിന്റെ അടുത്ത് വന്നു. ആ സഹാബി ഒരു കുട്ടിയാണ്, ചെറിയ കുട്ടി. നബിക്ക് എന്തോ സേവം ചെയ്തു. നബി പറഞ്ഞു, നീ ചോദിച്ചെന്താ വേണ്ട, ഒരു സമ്മാനം തരാന്ന് പറഞ്ഞു. അപ്പൊ ആ ചെറിയ കുട്ടി ചോദിക്കണം, അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, എനിക്ക് സമ്മാനം വേണം. എന്താ, നിങ്ങളുടെ കൂടെ സ്വർഗത്തിൽ കയറണം, അതാണ് എന്റെ ആവശ്യം. വലിയ കാര്യം ചോദിക്കണേ. ചെറിയ കുട്ടികൾക്ക് പോലും വലിയ വലിയ താല്പര്യങ്ങളാണെന്ന്. അപ്പൊ ആ ദുനിയാവിന്റെ ഒരു വിഷയം ആ കുട്ടി ചോദിച്ചിട്ടില്ല. ആ കുട്ടി ചോദിക്കണം, എന്താ, എനിക്ക് നിങ്ങളുടെ കൂടെ സ്വർഗത്തിലെത്തണം എന്നാണ്. അപ്പൊ നബി പറഞ്ഞു, അതല്ല വേറെന്താ ചോദിക്കുന്നത്? ആ കുട്ടി അതന്നെ മതി, എന്റെ സമ്മാനം അതന്നെ. 3 വട്ടം ആ കുട്ടി പറഞ്ഞു. അപ്പൊ നബി പറഞ്ഞു, അഴിനി അല്ലാ ദാലിക ബി കസറത്തി സുജൂദ്, നീ സുജൂദ് വർദ്ധിപ്പിച്ചോന്നു. നീ സുജൂദ് വർദ്ധിപ്പിച്ചോ. അപ്പൊ എന്താണ്, സുന്നത്തായ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അങ്ങനെ മുന്നേറിയ അമ്പിയാക്കളെ കൂടെ എത്താം എന്നാണല്ലോ പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസിൽ ഇങ്ങനെ കാണാം, ഇന്ന അഹ്ലൽ ജന്ന ല യതറാഅന അഹ്ലൽ ഖുറഫ്, സ്വർഗ്ഗക്കാര് ഉന്നത പദവികളുള്ളവരെങ്ങനെ കാണും. എങ്ങനെയാ കാണുക? തങ്ങളുടെ മുകളിൽ കമാ തതറാഉനൽ കൗകബദ്ദുരി, നമ്മുടെ അന്തിക്ക് മുകളിലേക്ക് നോക്കിയാൽ പ്രകാശിക്കുന്ന നക്ഷത്രങ്ങളെ കാണൂലേ? എത്ര മുകളിലാണ് അവരൊക്കെ വലിയ വലിയ സ്ഥാനങ്ങളുള്ളവരാണ്. അവര് നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റുന്നു. അപ്പൊ സഹാബികൾ ചോദിച്ചു, നബി അതൊക്കെ അമ്പിയാക്കറുടെ പദവിയായിരിക്കൂലേ? അതൊന്നും അങ്ങോട്ടൊന്നും ഞങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ റസൂൽ പറഞ്ഞു, അങ്ങനെയൊന്നുമല്ല, അതങ്ങനെയൊന്നുമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്തെന്നറിയോ? അത് നിങ്ങൾ എല്ലാവർക്കും അത് കിട്ടും. ബലാ വല്ലദീ നഫ്സി ബിയദിഹി റിജാലുൻ ആമനൂ ബില്ലാഹ്, ഒരു കൂട്ടർ ആ സ്ഥാനത്തേക്ക് എത്താൻ പറ്റും. എന്താ അവർ ചെയ്തത്? അവർ അല്ലാഹുവിൽ വിശ്വസിച്ചവരാണ്. വസദ്ദഖുൽ മുർസലീൻ, മുർസലീങ്ങളെ സത്യപ്പെടുത്തിയവരാണ്. സത്യപ്പെടുത്താന്ന് വലിയ വിഷയമല്ലേ? എന്താ ഈ ദീനിലുള്ളതൊക്കെ അങ്ങനെ തന്നെയാണ് വിശ്വസിച്ച് അതനുസരിച്ച് ജീവിതത്തിൽ പകർത്തുക. അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ അത്യുന്നതങ്ങളിലും എത്താം എന്നാണ് ഈ പറയുന്നത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ആ തുടക്കത്തിൽ പറഞ്ഞ ഹദീസ് തന്നെ ഉണ്ട്, ഒരാള് അല്ലാഹു വിശ്വസിക്കുന്നുണ്ട്, റസൂൽ വിശ്വസിക്കുന്നുണ്ട്, ഫർളായ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, എന്നാൽ പിന്നെ അവന് സ്വർഗത്തിൽ കയറ്റൽ അള്ളാന്റെ ബാധ്യതയായി. അയാൾ ഹിജ്റ പോയാലും ഇല്ലെങ്കിലും ശരി, ജിഹാദ് ചെയ്താലും ഇല്ലെങ്കിലും ശരി എന്ന രൂപത്തിൽ വരുന്നുണ്ടല്ലോ അതിന്റെ ആശയം. അപ്പൊ അവർ ജനങ്ങളോട് അറിയിക്കട്ടെ ചോദിച്ചപ്പോൾ എന്താ റസൂൽ പറഞ്ഞേ? നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, അള്ളാന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നവർക്ക് 100 പദവികളുണ്ട് സ്വർഗത്തിൽ, ഓരോന്നും ആകാശഭൂമി എത്ര ദൂരമുണ്ട് അതുപോലെ. എന്നിട്ട് റസൂൽ പറയും, ഇനി നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ അള്ളാഹിനോട് ചോദിക്കും, ഫസ്അലുൽ ഫിർദൗസ്, ജന്നാത്തുൽ ഫിർദൗസ് ചോദിക്കുക എന്ന് എല്ലാവരോടും പറയാം. അമ്പിയാക്കളൊക്കെ ജന്നാത്തുൽ ഫിർദൗസിലായിരിക്കുമല്ലോ. ജന്നാത്തുൽ ഫിർദൗസ് അതാണ് ആലൽ ജന്ന, സ്വർഗത്തിന്റെ ഏറ്റവും ഉന്നതത്തിലുള്ളത് അതാണ്. അപ്പൊ നമ്മൾ ഏറ്റവും ഉന്നതമായത് തന്നെ ആഗ്രഹിക്കും വേണം, അതിനുള്ള പണിയെടുക്കും വേണം. കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞ ചില കാര്യങ്ങൾ, നിസ്കാരം, ഫജ്ർ നിസ്കാരത്തിന്റെ വിഷയം, അതിനൊക്കെ എന്തെല്ലാം കൂലികളാണ്. ജമാഅത്ത് നിസ്കാരം 27 ഇരട്ടി കൂലിയാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ ഓരോരുത്തരും ഇങ്ങനെ ഒഴിവായിക്കൊണ്ടിരിക്കുകയാണ്. ഉന്നതങ്ങളിലെത്താൻ നമുക്ക് ചെയ്യാവുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ എന്ന് പറയാവുന്നതാണ്. അപ്പൊ ഈ അവസരങ്ങളൊക്കെ നമ്മുടെ മുമ്പിലൂടെ ഇങ്ങനെ കടന്നു പോകുമ്പോൾ അതൊന്ന് തട്ടി മാറ്റാതെ അതൊക്കെ ഉപയോഗിക്കാൻ നമ്മൾ ശീലിക്കുക. റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പാലിക്കണമെന്ന് ഒരിക്കൽ കൂടി എല്ലാവരെയും വസിയത്ത് ചെയ്യും. പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് തഗാബുനിലൊരു വചനം ഞാൻ തുടക്കത്തിൽ ഓതിയിരുന്നു. തഗാബുൻ എന്ന പദമുള്ളത് കൊണ്ടാണ് ആ സൂറത്തിന് ആ പേര് കിട്ടി, സൂറത്തു തഗാബുൻ. യൗമ യജ്മഉക്കും ലിയൗമിൽ ജം, എല്ലാവരെയും അത് ഒരുമിച്ച് കൂട്ടും. നിങ്ങളൊക്കെ
അള്ളാഹു ഒരുമിച്ച് കൂട്ടും എന്നുള്ള പറയണം. എല്ലാവരും, നമ്മളെല്ലാവരും. എന്നിട്ട് പറയാം ദാലിക യൗമുത്തഗാബുൻ, അതാണ് യൗമുത്തഗാബുൻ. ഖിയാമത്തിന്റെ ഒരു പേരും കൂടിയാണ്. ഖിയാമത്തിന് കുറെ പേരുണ്ടല്ലോ, അതിലൊരു പേരാണ് തഗാബുൻ എന്ന് പറഞ്ഞാൽ. എന്താണ് ഈ തഗാബുൻ എന്ന് പറഞ്ഞാൽ? നഷ്ടബോധം തോന്നുന്നതാണ്. നഷ്ടബോധം തോന്നുക, അത് ചെയ്യായിരുന്നല്ലോ എന്നുള്ള തോന്നൽ വരിക, അതിനാണ്. ഇവിടെ രണ്ട് തരം നഷ്ടബോധത്തെ പറ്റിയാണ് ഇതിന്റെ വിശദീകരണത്തിൽ പറയണം. ഒന്ന്, സത്യനിഷേധികൾ പരലോകത്ത് വരുമ്പോൾ അവർക്കുള്ള നഷ്ടബോധം എന്താണത്? അതാണ് ഏറ്റവും വലിയ നഷ്ടബോധം. കാരണം എന്താണെന്നറിയും, അള്ളാഹു അവർക്ക് തയ്യാർ ചെയ്ത സ്വർഗ്ഗലോകം കാണിച്ചു കൊടുക്കും. എന്നിട്ട് പറയും, നിങ്ങളുടെ നന്നായി ജീവിച്ചിട്ട് നിങ്ങൾക്ക് പോകാനുള്ള സ്ഥലത്തായിരുന്നു എന്നറിയും. അവർക്ക് ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും സ്വർഗലോകത്ത് സ്ഥാനമുണ്ട്, സ്ഥലമുണ്ട്, നരകത്തിലുമുണ്ട് എന്നാണ്. സത്യവിശ്വാസികൾ കാണിച്ചു കൊടുക്കും, നീ മോശമായിട്ടാണ് ജീവിച്ചെങ്കിൽ എനിക്ക് പോകാനുള്ള സ്ഥലം ഇതായിരുന്നു, നരകം കാണിച്ചു കൊടുക്കുന്നതാണ്. ആ നേരം അവന് നന്നായി ജീവിച്ചതിന്റെ ഗുണം, അതിന്റെ സന്തോഷത്തിലായിരിക്കും. എന്നാൽ നരകത്ത് പോകുന്ന സത്യനിഷേധികൾ അല്ലെങ്കിൽ നരകത്ത് പോലുള്ള പണിയെടുത്തവർക്ക് അത് കാണിച്ചു കൊടുക്കുകയാണ്, ഇവിടെ നന്നായി ജീവിച്ചിരുന്നെങ്കിൽ, നമ്മുടെ സന്ദേശമനുസരിച്ച് മുന്നോട്ട് പോയിരുന്നെങ്കിൽ നിങ്ങൾക്ക് പ്രവേശിക്കാനുള്ള കേന്ദ്രമായിരുന്നു ഈ ലോകം. പക്ഷേ നിങ്ങളത് ചെയ്യാത്തത് കൊണ്ട് നിങ്ങളുടെ ലോകം ഇനി നരകമാണ്. ഈ നേരം അവർക്ക് തോന്നുന്ന നഷ്ടബോധം, അതാണ് യൗമുത്തഗാബുൻ എന്ന് പറയുന്നത്. നന്നായി ജീവിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന ചിന്ത. ഈ രണ്ടാമത്തെ നഷ്ടബോധം എന്താണെന്നറിയാം? അത് സത്യവിശ്വാസികൾക്ക് തന്നെ, തഗാബുനുൽ മുഅ്മിനീൻ, സ്വർഗത്ത് പോയവർക്കുള്ള നഷ്ടബോധമായി പറയണേ. സ്വർഗത്തിലെത്തിയവർക്കുള്ള നഷ്ടബോധത്തെ പറ്റിയാണ് ഈ പറയണത്. അതെന്താ? വീഴ്ച വരുത്തിയത്, അയ്യോ കുറച്ചും കൂടി ചെയ്യായിരുന്നല്ലോ. എന്റെ മുനാല കുല്ലി ലഹ്ല മറത് ഫി ദുനിയ, ദുനിയാവിലൂടെ അവരുടെ മുമ്പിലൂടെ കടന്നുപോയ ഓരോ നിമിഷവും എനിക്ക് ഉപയോഗിക്കാമായിരുന്നുവല്ലോ. കാരണം അത് ഉപയോഗിച്ചവർക്ക് അത്യുന്നതങ്ങൾ കാണുമ്പോൾ ഇവന് വരുന്ന നഷ്ടബോധമാണ്. മറത് ഫി ദുനിയ യദ്കുറുല്ലാഫിയ, ഓരോ നിമിഷത്തിലും വേണം എനിക്ക് അള്ളാഹുവിനെ ദിക്ർ നടത്താമായിരുന്നു. വലം യസ്ദാദു ഫിയ ഖൈർ, അതിലൊന്നും നന്മകൾ ചെയ്തില്ലല്ലോ എന്ന് വിചാരിക്കുന്ന ഒരു നഷ്ടബോധം. അതുകൊണ്ടാണ് യൗമുത്തഗാബുൻ. ഖിയാമത്തിന്റെ അനേകം പേരുകൾ ഒരു പേരാണ് നഷ്ടബോധം തോന്നുന്ന ദിവസം എന്നാണ് ഈ പറയുന്നത്. അതുകൊണ്ട് അത് വരാതിരിക്കാൻ നമ്മൾ ചെയ്യാണ്ട് നമുക്ക് കൃത്യമായി 5 നേരത്തെ നിസ്കാരം കൃത്യമായി നിർവഹിക്കുക. അത് ജമാഅത്തായി നിർവഹിക്കുമ്പോൾ ആ നിസ്കാരം 27 ഇരട്ടി കൂലിയാണ്. നഷ്ടപ്പെടുത്തല്ലേ പലരും. ഇതുപോലെ നിസ്കാരത്തിന് വേണ്ടി പള്ളിയിലേക്ക് പോകുന്ന ഓരോ കാലടിയും, ഒരു കാലടി അവന്റെ തിന്മ മായ്ക്കാനാണ്, അടുത്ത കാലടി സ്വർഗത്തിലെ പദവി ഉയർത്താനാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഇതുപോലെ അൽ ഇക്സാർ മിനൻ നവാഫിൽ, സുന്നത്തുകൾ വർദ്ധിപ്പിക്കുക. ഞാൻ ഫർദ് മാത്രമേ ചെയ്യുള്ളൂ നിൽക്കണ്ട, അപ്പൊ ഖേദം വരും എന്നാ പറയുന്നത്, നഷ്ടബോധം വരും. കാരണം സുന്നത്ത് ചെയ്തൊരു കഥ ഉയരങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പൊ സുന്നത്തിലേതൊക്കെ നിസ്കാരം, രാത്രി നിസ്കാരമുണ്ട്, അല്ലാത്ത സുന്നത്ത നിസ്കാരങ്ങളൊക്കെ ഉണ്ടല്ലോ, ഞാൻ പറയണ്ടല്ലോ. ഇതുപോലെ സക്കാത്ത് കൊടുത്ത് ഞാൻ വേറൊന്നും ചെയ്യൂല അറിയണ്ട, അവസരം കിട്ടുമ്പോൾ ദാനം ചെയ്യാം. അതുപോലെ നോമ്പ്, റമദാൻ നോമ്പെടുത്തില്ല, ഇനിയിപ്പോൾ എന്താ എന്ന് വിചാരിക്കണ്ട, അവസരം കിട്ടുമ്പോഴൊക്കെ നോമ്പെടുക്കുക. സുന്നത്തായ പലതും അതിനൊക്കെ വലിയ വലിയ കൂലികൾ പറഞ്ഞിട്ടുണ്ട്. പരിശുദ്ധ ഖുർആൻ പാരായണം, ഒരക്ഷരത്തിന് 10 ഇരട്ടി പ്രതിഫലം എന്നാ പറഞ്ഞു. നിത്യവും വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക. അതുപോലെ ദിക്റുകൾ, ദുആകൾ, ഇതിനൊക്കെ എന്തെല്ലാം കൂലികളാണ്. ഓരോ ദിക്റുകൾക്ക് പറയുന്ന കൂലികൾ, റബ്ബിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പദങ്ങൾ ഈ ദിക്റുകളൊക്കെ അല്ലേ. ഇത്തരം കാര്യങ്ങളൊക്കെ. ഇതുപോലെ സൽസ്വഭാവം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന മിൻ അഹബ്ബിക്കും ഇലയ്യ വഅഖറബിക്കും മിന്നി മജ്ലിസൻ, എന്റെ അടുത്ത് നാളെ പരലോകത്തിൽ ഏറ്റവും അടുത്തെത്തുന്നവർ, നബിയോട് ഏറ്റവും അടുത്തെത്തുന്നവർ അതാരാന്നറിയോ? അഹാസിനുക്കും അഖ്ലാഖ, നിങ്ങൾ ഏറ്റവും നല്ല സ്വഭാവമുള്ളവരാണ്. ഇസ്ലാം വളരെയേറെ പ്രേരിപ്പിച്ചൊരു വിഷയമാണ് നമ്മുടെ സ്വഭാവം നന്നാക്കുക, എല്ലാവരോടും നല്ല നിലക്ക് പെരുമാറുക, നമ്മളൊരാളെയും ആക്രമിക്കൂല, ചതിക്കൂല, നമ്മളെപ്പറ്റി അങ്ങനെ മറ്റുള്ളവർക്ക് തോന്നും വേണം. അതല്ല മുസ്ലിം മൻസലിമൽ മുസ്ലിമൂന മില്ലിസാനി വയതി, യഥാർത്ഥ മുസ്ലിം എന്ന് പറഞ്ഞാൽ ആരാണ്? മറ്റു മുസ്ലിങ്ങളൊക്കെ അവന്റെ കയ്യിൽ നിന്നും അവന്റെ നാവിൽ നിന്നും രക്ഷപ്പെട്ടവരായിരിക്കും. അപ്പൊ അവർക്ക് നമ്മളെ പറ്റി നല്ല സ്വഭാവമായിരിക്കണം, ചതിയും വഞ്ചനയില്ല. ആൾക്കാര് പറഞ്ഞാല് വിശ്വാസവഞ്ചനല്ല, അമാനത്ത് നിർവഹിക്കും, എല്ലാ ആൾക്കാരോടും സൗമ്യമായി പെരുമാറും, നല്ല നിലക്ക് നിൽക്കും. ഇതൊക്കെ എന്താണ്? വലിയൊരു ഇബാദത്താണെന്നുള്ള ബോധം വേണം, ഇതൊക്കെ വലിയ കൂലി കിട്ടും എന്നുള്ള ചിന്തയും വേണം. അപ്പൊ ഏതായാലും ശരി, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാവുന്ന അനേകം വിഷയങ്ങൾ, അതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും ഉന്നതങ്ങളിലെത്തും. അതിൻ്റെ പണിയാണ് എടുക്കേണ്ടത്. വലിയ മോഹം പരലോകത്തിന്റെ വിഷയത്തിൽ നമുക്ക് വേണം.
ആ കാര്യമാണ് ഇതൊക്കെ നമ്മെ പഠിപ്പിക്കുന്നത്. അതിൽ ചില വിഷയങ്ങൾ മാത്രമാണ് ഞാൻ സൂചിപ്പിച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല നല്ല കാര്യങ്ങൾ ചെയ്ത് മുന്നേറാനുള്ള തൗഫീഖ് നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാവട്ടെ. അങ്ങനെ അത്യുന്നതങ്ങളിൽ അമ്പിയാക്കളുടെ കൂടെ അല്ലാഹു നമ്മെ എല്ലാം പ്രവേശിപ്പിക്കുമാറാവട്ടെ. ഈ ലോകത്തും പരലോകത്തുമൊക്കെ നന്മ മാത്രം അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മെ എല്ലാം ജന്നാത്തുൽ ഫിർദൗസിൽ പ്രവേശിപ്പിക്കുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار. وآخر دعوانا أن الحمد لله رب العالمين وصلى الله على محمد.